അതാ ആ ABCD ഷർട്ടിട്ട പാർട്ടിയാ. നീ ചെന്ന് വളച്ചെടുക്ക്. മോനെ, നിനക്ക് ഈ മേൽവിലാസത്തിൽ ആളറിയാമോ? അറിയാമോ? രേവതി ചേച്ചിയുടെ ആരാ? രേവതി ചേച്ചിയുടെ സ്വന്തം ആളാ. ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ ഒരു ആളല്ലേ, വാ പോവാം. കുട്ടി ബസ് പോണുണ്ടോ? കുട്ടി ബസ് അല്ലെ, എത്ര നേരം നടക്കുന്ന? എത്ര ആയില്ലേ? ഇപ്പൊ എത്തും ചേട്ടാ. ഈ വളവോട് അങ്ങോട്ട് കഴിഞ്ഞാ എത്ര വളവും തിരിവും കഴിഞ്ഞ്? അതുപോട്ടെ, ചേട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ് നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ചു ദിവസം ഇവിടെ താമസിക്കൂ, എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് കല്യാണം. അതിന് നിങ്ങളെ പേടിച്ചിട്ടല്ലേ രേവതി ചേച്ചി ഇങ്ങോട്ട് ഓടിപ്പോന്നു? എടാ, അതൊക്കെ പണ്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ? അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ 1 റൗഡി ഒരുത്തനുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി ഇത് കേട്ടിട്ടില്ല, നീരാളി ഇത് കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്ന ഒരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിന് പോലും പേടിയാ. അയാളും രേവതി ചേച്ചി തമ്മിൽ പ്രേമമാ. അവിടുന്ന് രേവതി ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടൻ ഉള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മാവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ? ചേട്ടന് കേൾക്കണോ? 13 കൊലയിട്ടുള്ള ആളാ. ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോഴും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു. അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് പറയുക. എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോകുന്നതാ നല്ലത്. അല്ല, നമുക്ക് അവളിന്ന് കണ്ടിട്ട് ഇത് നേരാണോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ? ഞാനടി നിനക്ക് സ്നേഹിക്കാൻ, കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ. 14 കൊല ചെയ്തു. 15ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. അല്ല, ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ നിശ്ചയം നിനക്കാണോടാ? അയ്യോ, അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ എടുത്തിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഇവനാരാണ്? ഞാൻ നീ പോയിക്കോ. ഇങ്ങോട്ട് നോക്ക്, വെട്ടിയെത്തി എടുക്കാൻ പോയിരിക്ക. ഇവിടെ നനങ്ങിയ കൊല്ലുന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നാ ഉടൻ കൊല്ലും. അടുത്തോണ്ട് സ്ഥലം വിട്ടോ, ജീവനെങ്കിലും കിട്ടും. എടാ 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 എടാ, നില്ല നില്ല നില്ല. അയാളെ കൂടെ പോയത് ആര്? ആ കൊല്ലാളി. ഇങ്ങോട്ട്. അപ്പൊ നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ. കൊല്ലടാ, കൊല്ലി. ഇങ്ങോട്ട് വാ. മലയാളി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബസ് സ്റ്റാൻഡിലേക്ക് എതിരെ പോവാ? അങ്ങോട്ടൊന്നും പോകണ്ട, ബസ്സും ട്രെയിനും എല്ലാം മിന്നൽ പണി കൊടുക്ക. അതെ, ഒന്നും ഉള്ളതല്ലേ. ഇവിടുന്ന് നേരെ പോയാൽ ചെല്ലപ്പോ ലോഡ്ജ് ഉണ്ട്. അവിടെ ആകുമ്പോ ആരും അറിയില്ല. ബസ് സ്റ്റാൻഡിന് അടുത്തുവാ. പക്ഷെ തലവെളി കാണിക്കരുത്, വെട്ടിക്കൊണ്ടു പോവും. ഇവിടെ ധാരാളം ഈരാളിയുടെ ആൾക്കാരുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്ക. ലോഡ്ജിൽ കള്ളപ്പേരെ പറയാവൂ, ഇല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും. കള്ളപ്പേര് പറയാ. അപ്പൊ ഞാൻ തനിച്ച് പോണോ? തനിച്ച് പോണല്ലേ? അപ്പൊ ചെല്ലപ്പയ്യനല്ലേ? ആരാ? ഞാൻ ഗോവിന്ദപിള്ള. അകത്തേക്ക് വരണം. നമസ്കാരം. നമസ്കാരം. ഞാൻ ഗോവിന്ദപിള്ള. മനസ്സിലായില്ല. ഇവിടത്തെ ഒരു പുതിയ ബന്ധുവാണ്. ഇപ്പോ ബന്ധു എന്ന് പറഞ്ഞാൽ വളച്ചു കെട്ടില്ലാതെ പറയാം. കേൾക്കുമ്പോൾ ക്ഷോഭിക്കരുത്. ഇല്ല, എന്റെ മകൾ നിങ്ങളുടെ മകനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതായത്
എന്റെ മകനെ നിങ്ങളുടെ മകൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അതെ. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? പിന്നെ ഞാനല്ല, ആ. അവർ തമ്മിൽ നിശ്ചയിച്ചതാ. മോതിരം മാറലും കഴിഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെ. എന്നിട്ട് അവനോട് പോയി? ബോംബെക്ക് പോയി, എന്തിനാ? ബിസിനസ് ആവശ്യത്തിന്. അവനെ ഞാൻ ബോംബെ അയച്ചിട്ടുള്ളത് ബിസിനസ്സിനല്ല, പഠിക്കാനാണ്. ആ ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രശ്നം വേണ്ടതുപോലെ അങ്ങ് കൈകാര്യം ചെയ്യാം. അവൻ എന്റെ മകനാണെങ്കിൽ ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കല്യാണം കഴിക്കൂ. അത്രേ ഉള്ളൂ. അപ്പോ ഈ കഴിഞ്ഞതൊക്കെ ആ, മോതിരം മാറിട്ടല്ലേ ഉള്ളൂ, താലി കെട്ടിട്ടില്ലല്ലോ. ആ മോതിരം അങ്ങോട്ടും കൂടി തന്നേക്കാം, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ഊരെറിഞ്ഞിട്ട് പോകാനേ എന്റെ മകൾ വഴി കിടന്നൊന്നുമല്ല. മഹിമ ഒന്നും എഴുന്നള്ളിക്കണ്ട. തന്റെ അല്ലേ മോള്, തന്നെ കണ്ടറിയാം അവൾ എങ്ങനെ ഇരിക്കുമെന്ന്. എന്താ മീശ ഉണ്ടാവോ? രാമുണ്ണി മേനോൻ വലിയ ആളാണെങ്കിൽ കയ്യിലിരുന്നാ മതി. ഈ ഗോവിന്ദപ്പിള്ളയെ നിങ്ങൾക്കറിയില്ല. കൊല്ലും കൊലയും നടത്തിയ കുടുംബത്തിലാ ഞാൻ. എന്റെ അച്ഛന്റെ കത്തിയിൽ ചോറുണങ്ങിയ ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ആ അച്ഛന്റെ മോനാ ഞാൻ. അപ്പൊ അച്ഛന് ഇറച്ചിപ്പെട്ടാണോ ജോലി? ആക്ഷേപിക്കുകയാണോ? ഉള്ളത് പറഞ്ഞാൽ എങ്ങനെ ആക്ഷേപാവുക? ഒന്ന് പേടിപ്പെടുത്താ പോണ സാർ. ഡോ, ഏ ഇവിടെ ഏ? ചെറുക്കനെ ഇന്ന് തന്നെ ടെലഗ്രാം അടിച്ചു വരുത്തണം. ആ, അവൻ വരട്ടെ, അപ്പൊ കാണാം. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നു. ഊണ് കഴിച്ചിട്ട് പോവാം. ഏ? ബന്ധുവല്ലേ? ഉം. ഉം. പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവൂ? ഏയ്, ഉണ്ടാവോ? ഉം? ഉം? ഏയ്. സത്യം പറ മോനെ, നീ കല്യാണം കഴിച്ചതാണോ? ഇത് കൊള്ളാം. ബോംബെയിൽ കിടന്ന് എന്നെ വെറുതെ വിളിച്ച് കല്യാണം കഴിച്ചോന്ന്. ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടും ഇല്ല, കഴിക്കാവുന്ന വാക്ക് കൊടുത്തിട്ടും ഇല്ല. പിന്നെ എടേ, നീ ഇടയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചോ? ഹ, ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടതയമേത്. പിന്നെ ഞാൻ മാങ്ങ പോകുന്ന പിള്ള. മാങ്ങയല്ല, തേങ്ങ. തേങ്ങ തേങ്ങ. അയാളോട് ഒന്ന് ചാടിത്തുള്ളത് കേട്ടല്ലോ. നീ അയാളുടെ മോക്ക് മോതിരം മാറി നോക്കെ. അച്ഛൻ എന്നെക്കാൾ വിശ്വാസം മാങ്ങയിലും തേങ്ങയിലും ഒക്കെയാണ്. അയാൾ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ പറയാൻ. ആ, അത് ശരിയാ, വിളിക്കേ. നമസ്കാരം. നമസ്കാരം. മോനെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ആ, ഇതാണ് നിന്റെ അമ്മായിയപ്പൻ. ഞാൻ ചോദിക്കാൻ. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു. ഇല്ല. പിന്നെ കഴിക്കാവുന്ന വാക്ക് തന്നു. ഇല്ല. ഏയ്, സത്യം പറയണം. തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. താനല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിളിച്ചു പോയത്. എന്റെ മോൻ തന്റെ മോളെ കല്യാണം കഴിക്കാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ മോതിരം കൈമാറി നോക്കെ. അതിനെ മേനോൻ സാറിന്റെ മോനാണോ? എന്താ വല്ല സംശയമുണ്ടോ? ഏയ്. ആ, എന്നാലും എനിക്കും എന്റെ ഭാര്യയ്ക്കും യാതൊരു സംശയവും ഇല്ല, ഇത് ഞങ്ങളുടെ മോൻ തന്നെയാ. ഞാൻ പറഞ്ഞത് ഈ മോന്റെ കാര്യമല്ല, സാറിന്റെ മറ്റേ മോൻ. മറ്റേ മോനോ? അതേതാ ഈ മറ്റേ മോൻ? സാറിന്റെ മൂത്ത മോൻ. എനിക്ക് ഞാൻ അറിയാതെ ഒരു മോനോ? അറിഞ്ഞോ അറിയാതെയോ ആ. അതൊന്നും എനിക്കറിയില്ല. അത് സാറിന്റെ മോൻ തന്നെയാ. ഇവിടെ താമസിച്ചിരുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്റെ ഈശ്വരന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു മോനോ? ഇടോ, ഇയാള് വെറുതെ പറയുന്നതാ. വെറുതെ ഒന്നുമല്ല. ഇതേ കണ്ണ്, ഇതേ മൂക്ക്, ഇതേ ചുണ്ട്. നിങ്ങൾ അതുപോലെ വാർത്തു വെച്ചിരിക്കുക. ആർക്കും കണ്ണടച്ചോണ്ട് പറയാം അത് നിങ്ങളുടെ മോനാണെന്ന്. ഓ, എന്റെ ഭഗവാനെ, ഇടോ, എനിക്കൊന്നും ഇടോ, കേൾക്കാനുള്ള ഞാൻ പറയുന്ന ശക്തിയില്ലേ? സാധനം കേൾക്ക്. മേനോൻ സാറേ, വേലറക്കരുത്. ഇവിടെ നിന്നിരുന്ന വേലക്കാരൻ ചെലപ്പൻ എവിടെ? അവനറിയാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും. എല്ലാ കാര്യത്തിനും അവൻ സാക്ഷിയുമാണ്. അവൻ എവിടെ? വിളിക്കേ. അവൻ വീട്ടിൽ പോയി. ആ, ആവശ്യം വന്നപ്പോ അവൻ വീട്ടിൽ പോയി. നിങ്ങൾ നിങ്ങളുടെ മകനെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും കല്യാണം നടത്താതിരിക്കാൻ ഉദ്ദേശമെന്നും എനിക്കറിയാം. താ കൂടുതൽ വർത്താനം പറയരുത്. തന്റെ പേര് ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മേനോൻ സാറേ, ആ. നിങ്ങളെക്കാൾ വലിയ മേനോന്മാരെ കണ്ടിട്ടുള്ളവനാണ് ഈ ഗോവിന്ദപിള്ള. കോടതി വരാന്തിയിൽ കുറെ കയറി ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലും കൊല്ലം നടത്തി ജീവിച്ചവരാ ഞങ്ങൾ. സൂക്ഷിച്ചോ. പേടിപ്പിക്കുക. അങ്ങനെയാണെന്ന് അങ്ങ് വെച്ചോ. താൻ എന്ത് ചെയ്യും? അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. ഏപ്പാ? സാറേ, ആ. ഇത് അവസാനത്തെ മുന്നറിയിപ്പാണ്. ആ. ഒരാഴ്ചയ്ക്ക് ഞാൻ കല്യാണം നടത്തിയില്ലെങ്കിൽ അത് ഞാൻ അപ്പൊ കാണിച്ചു തരാം. ഓ, എന്നെ കൊല്ല്, എന്നെ കൊല്ല്, അതാണ് നല്ലത്. കൊല്ല്, എന്നെ കൊല്ലല്ലേ. എന്താ അമ്മ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിവിടെ നിൽക്കണോ വേണ്ടയോ അത് നിങ്ങൾ ആദ്യം തീരുമാനിക്കും. മോനെ, നിനക്ക് അടുത്ത ഫ്ലൈറ്റ് എപ്പോ? 5:10 ടെലഗ്രാം കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. എന്തോ അത്യാവശ്യമാണെന്ന് ഓർത്ത്. ഇനി 40 മിനിറ്റോടെ ഉള്ളൂ. മോനെ, നീ വേഗം പോ. ഇവിടെ നിന്നാലേ ഈ തന്തയുടെ സഹവാസം കൊണ്ട് നീയും പിഴച്ചു പോവും. പൊയ്ക്കോ. അച്ഛാ,
ഇപ്പൊ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് കിട്ടും. ആ നീ വെക്കോ.